രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഉയരുന്ന ഒന്നാണ്. അതിന്റെ ഭാഗമായാണ് ഏറെക്കാലമായി ചർച്ചയിലിരുന്ന വുമൺസ് റിസർവേഷൻ ബിൽ വീണ്ടും ചർച്ചയായത്. എന്നാൽ വലിയ പ്രതീക്ഷകളോടെ അവതരിപ്പിച്ച ഈ ബില്ല് ലോക്സഭയിൽ ആവശ്യമായ ഭൂരിപക്ഷം നേടാനാകാത്തതുകൊണ്ട് പരാജയപ്പെട്ടുപോയി. ഇതിപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുകയാണ്. ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പ് ഒരു സാധാരണ നിയമ നടപടി മാത്രമായിരുന്നില്ല. അത് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ശക്തി പരീക്ഷണമായി മാറിയിട്ടുണ്ട്. ഭരണപക്ഷത്തിന് 290 വോട്ടുകൾ ലഭിച്ചപ്പോൾ പ്രതിപക്ഷം 230 വോട്ടുകളോടെ ശക്തമായ എതിർപ്പ് അറിയിക്കുകയായിരുന്നു. ഭരണഘടനാ ഭേദഗതി ബില്ല് ആയതിനാൽ ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ബില്ല് തള്ളപ്പെട്ടു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി അധികാരത്തിൽ തുടരുന്ന സർക്കാരിന് ഇതൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയെന്ന് അടിവരയിട്ട് തന്നെ പറയാനും കഴിയും. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അവകാശത്തിനായുള്ള പോരാട്ടമായിരുന്നോ അതോ ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യമാക്കിയ നീക്കമായിരുന്നോ എന്ന്. ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി ഈ ബില്ലിനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയ ചുവടുവയ്പായി അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ അധികാരമെന്ന സന്ദേശം ശക്തമായി പ്രചരിപ്പിച്ചു. എന്നാൽ ബില്ലിന്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കുമ്പോൾ നടപ്പാക്കൽ സംബന്ധിച്ച വ്യവസ്ഥകളാണ് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമായത്. ബില്ല് പ്രകാരം സ്ത്രീകൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം നൽകും. പക്ഷേ ഇത് ഉടൻ നടപ്പാകില്ല. ജനസംഖ്യാ സെൻസസും മണ്ഡല പുനർനിർമ്മാണവും പൂർത്തിയായതിനു ശേഷമേ ഇത് പ്രാബല്യത്തിൽ വരൂ. ഇതാണ് പ്രധാനമായ വിമർശനത്തിന് കാരണമായത്. ഇപ്പോൾ തന്നെ 543 സീറ്റുകളിൽ ഇത് നടപ്പാക്കാൻ പറ്റില്ലേ എന്ന ചോദ്യമാണ് പലരും ഇവിടെ ഉയർത്തിയത്. ഈ വ്യവസ്ഥ രാഷ്ട്രീയപരമായി സമയം നീട്ടാനുള്ള ശ്രമമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാനും കഴിയും. സ്ത്രീകളുടെ അവകാശം എന്ന പേരിൽ ഒരു ബില്ല് കൊണ്ടുവന്നെങ്കിലും അതിന്റെ ശരിക്കുമുള്ള നടപ്പാക്കൽ അനിശ്ചിതമായ ഭാവിയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബില്ല് സ്ത്രീകളുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയ ഒരു രാഷ്ട്രീയ നീക്കമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തന്നെ സംശയിക്കേണ്ടി വരുന്നു. ബില്ല് പാസ്സാകുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിലും അത് പിൻവലിക്കാതെ വോട്ടെടുപ്പിലേക്ക് നീക്കിയത് പോലും ഒരു രാഷ്ട്രീയ കളിയാണെന്ന് പറയേണ്ടി വരും. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നിലപാടും നിർവ്യാജമല്ല. പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ബില്ലിനെ ശക്തമായി എതിർത്തു. അവർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണമില്ല, മണ്ഡല പുനർനിർമ്മാണം അനിവാര്യമാക്കിയത് സംശയാസ്പദമാണ്, ബില്ല് ഉടൻ നടപ്പാകുന്നില്ല എന്നതൊക്കെയാണ്. ഇവയിൽ ചിലത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യവുമാണ്. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിലായി അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് ഈ ബില്ല് നടപ്പിലാക്കാനായില്ല എന്നൊരു ചോദ്യം കൂടി ഇവിടെ നമുക്ക് ചോദിക്കാം. 1990കളിൽ തുടങ്ങിയ ഈ ചർച്ചകൾ പലതവണ മുന്നോട്ട് വന്നിട്ടും നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത് രാഷ്ട്രീയ പാർട്ടികളുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർത്തുന്ന വിമർശനങ്ങൾ ഭാഗികമായി ശരിയായിരുന്നാലും അവയിൽ രാഷ്ട്രീയ അവസരവാദിത്വത്തിന്റെ ഒരു വശം കൂടി നമുക്ക് കാണാൻ കഴിയും. ലോക്സഭയിലെ ഈ വോട്ടെടുപ്പ് നടക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം തുടരുന്നുണ്ടായിരുന്നു. ബില്ല് പരാജയപ്പെടുമെന്ന സൂചനകൾ കേന്ദ്രത്തിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നുവെന്നും വിവരമുണ്ട്. എന്നിട്ടും ബില്ല് പിൻവലിക്കാതെ വോട്ടെടുപ്പിലേക്ക് നീക്കിയത് പരാജയം പോലും രാഷ്ട്രീയ ആയുധമാക്കാമെന്ന ചിന്തയിലാണോ എന്ന സംശയം ഉയർന്നു വരുന്നുണ്ട്. ബില്ല് തള്ളപ്പെട്ടതിനെ തുടർന്ന് സ്ത്രീകൾക്ക് സംവരണം നൽകാൻ തയ്യാറായിരുന്നത് ഞങ്ങളാണ്, തടഞ്ഞത് പ്രതിപക്ഷമാണ് എന്ന പ്രചരണത്തിലേക്ക് നീങ്ങാനാണ് ഭരണകക്ഷിയുടെ ശ്രമമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. മറുവശത്ത് പ്രതിപക്ഷം ഈ ആരോപണത്തെ തള്ളിക്കളയുകയാണ്. സ്ത്രീ സംവരണത്തെ എതിർക്കുന്നില്ല, എന്നാൽ ഈ ബില്ലിന്റെ രൂപത്തെയാണ് എതിർക്കുന്നത് എന്നാണ് അവരുടെ വാദം. മണ്ഡല പുനർനിർമ്മാണം വഴി ചില സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ബാധിക്കാമെന്ന ആശങ്കയും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലൂടെ അവർ വിഷയത്തെ സ്ത്രീ അവകാശത്തിൽ നിന്ന് ഭരണഘടനാപരമായ ചർച്ചയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാനും കഴിയും. ഈ രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും കാണാതെ പോകുന്നുണ്ട്. ഇന്ത്യയിൽ സ്ത്രീകളുടെ ജനസംഖ്യ പകുതിയിലധികമാണെങ്കിലും ലോക്സഭയിലെ അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. ഈ അസമത്വം പരിഹരിക്കാനുള്ള ഒരു ചരിത്ര അവസരമായി കണ്ട ബില്ല് രാഷ്ട്രീയ തർക്കങ്ങളിൽ കുടുങ്ങിപ്പോയത് നിരാശാജനകം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളുടെ യഥാർത്ഥ അവകാശങ്ങൾ എവിടെ എന്ന ചോദ്യമാണ് ഇനി ബാക്കി. ഇത് ഒരു പാർട്ടിയുടെ മാത്രം പരാജയമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള പരാജയമായി കാണേണ്ടി വരും. സ്ത്രീ
ശാക്തീകരണം പോലുള്ള വിഷയങ്ങളും പാർട്ടി രാഷ്ട്രീയത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് കീഴ്പ്പെടുന്നുവെന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആരാണ് ശരി എന്നതിലുപരി ആരാണ് കൂടുതൽ രാഷ്ട്രീയ ലാഭം നേടുക എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള വഴി എന്താകുമെന്നതാണ് അറിയേണ്ടത്. ബില്ല് വീണ്ടും അവതരിപ്പിക്കുമോ, അവയിൽ ഭേദഗതി വരുത്തുമോ, അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി മാത്രം മാറുമോ എന്നതെല്ലാം അനിശ്ചിതമായി തന്നെ തുടരുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, സ്ത്രീകൾക്ക് യഥാർത്ഥ രാഷ്ട്രീയ ശക്തി നൽകാനുള്ള തീരുമാനം എടുക്കാതെ ഈ വിഷയത്തിൽ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ മാത്രം തുടരുകയാണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും രാഷ്ട്രീയ ആയുധമാകുകയും വേറെ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. വലിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അവ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ സന്നദ്ധതയും സത്യസന്ധതയും ആവശ്യമാണ്. അത് ഭരണകക്ഷിയിലോ പ്രതിപക്ഷത്തിലോ ഒതുങ്ങുന്ന ഒന്നു മാത്രമല്ല, ഇരുവരുടെയും ഉത്തരവാദിത്തമാണ്. അത് പക്ഷേ രണ്ടു കൂട്ടരും മറന്നുപോയി എന്നതാണ് ഈ ബില്ലിൽ സംഭവിച്ചത്.